UDF ഒരു വിജയം ഉണ്ടായാൽ പ്രതിപക്ഷ നേതാവിന് അതിലൊരു പ്രധാന പങ്കില്ലേ? അല്ല, നമ്മളത് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ്സിലെ കളക്റ്റീവ് ലീഡർഷിപ്പാണ്, UDFിൽ കളക്റ്റീവ് ലീഡർഷിപ്പാണ്. സ്വാഭാവികമായിട്ട് UDF ചെയർമാൻ എന്നുള്ള നിലയിൽ, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അതിൻ്റെ ഏകോപനത്തിൻ്റെയും മറ്റു കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം എനിക്ക് കൂടുതലുണ്ട്. അപ്പം നമ്മൾ മുമ്പിൽ നിൽക്കുമ്പോൾ തോറ്റു കഴിഞ്ഞാൽ നമുക്കാണല്ലോ ഉത്തരവാദിത്വം. ദേശീയ നേതൃത്വം എന്നെ പ്രതിപക്ഷ നേതാവാക്കിയപ്പോൾ എനിക്ക് തന്ന മിഷൻ എന്താ? ഇത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള. അതിൽ ഞാൻ പരാജയപ്പെട്ടാൽ അത് എൻ്റെ പരാജയമായിരിക്കും, ഞാനത് ഏറ്റെടുക്കും. കാരണം ഇത് ലീഡ് ചെയ്യാനുള്ള മിഷനല്ലേ എനിക്ക് തന്നത്. ആൾക്കൂട്ടത്തിൽ ഒരാളായി അങ്ങനെ അങ്ങ് പോകാനല്ലല്ലോ പറഞ്ഞത്. നിങ്ങളുടെ നേതൃത്വത്തിൽ അതെല്ലാം റെഡിയാക്കി അത് കൊണ്ടുപോകണം. എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തൽ കൂടി എൻ്റെ ജോലിയാണ്. ആരെങ്കിലും ഒരുമിച്ച് നിൽക്കാതിരുന്നാൽ എൻ്റെ കൂടി കുറവാണത്. വലിയ വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ റോൾ കഴിഞ്ഞു എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ തക്ക ഒരു ത്യാഗിയാണോ ശ്രീ സതീശൻ? ഞാൻ അങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ത്യാഗികൾ ആരും ഇല്ലല്ലോ. പക്ഷേ എനിക്കതിനും പറ്റും. അല്ല, 2026 ഏറ്റവും നിർണായകമായ ചോദ്യമാണ്. അത് നേരിട്ട് ചോദിച്ചാൽ, ആദ്യ ദിവസം തന്നെ നേരിട്ട് ചോദിച്ചാൽ, UDF 100 സീറ്റോടെ അധികാരത്തിൽ വന്നാൽ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുമോ? അല്ലല്ല, അത് കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളില്ല കേരളത്തിൽ. ഞങ്ങൾ തിരഞ്ഞെടുത്ത് ജയിച്ചു വരുമ്പോൾ ഒരു പ്രൊസീജിയർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രൊസീജിയർ ദേശീയ തലത്തിലുണ്ട്. അവിടെ നിന്ന് നിരീക്ഷകരെത്തി MLA-മാരോട് കൂടി അഭിപ്രായം ചോദിച്ച് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം കൂടി മനസ്സിലാക്കി ഒരാളെ മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കും. ജയിക്കുന്ന MLA-മാരുടെ അതുകൂടി പരിഗണിക്കും. അത് മാത്രമാകണമെന്നില്ല. പലപ്പോഴും ഞങ്ങളെല്ലാവരും കൂടി തീരുമാനമെടുത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്താറാണ് പതിവ് എല്ലാ പ്രാവശ്യവും. എന്നിട്ട് അവരവിടെ നിന്ന് പ്രഖ്യാപിക്കാറാണ് പതിവ്. അതിലൊന്നും ഇവിടെ ആർക്കും ഒരു പരിഭവമില്ല. ഞങ്ങളൊക്കെ തമ്മിൽ മുഖ്യമന്ത്രി ആകാൻ യോഗ്യതയുള്ള ധാരാളം ആളുകളുണ്ട്. ഞങ്ങളൊക്കെ തമ്മിൽ അക്കാര്യത്തിലൊക്കെ ഉള്ളൊരു ധാരണയുണ്ട്. അത് അവർക്ക് വിട്ടുകൊടുത്ത് അതൊക്കെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അതിനുവേണ്ടി തിരഞ്ഞെടുപ്പ് കഴിയുന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ അതിനുവേണ്ടി മാനിപ്പുലേഷൻ നടത്തുക, അതിനുവേണ്ടി ഓപ്പറേഷൻ നടത്തുക, MLA-മാരെ പിടിക്കാം, അതൊന്നും കോൺഗ്രസ്സിലുണ്ടാവില്ല. ഞാൻ പറയുന്നത് ആഗ്രഹങ്ങളുണ്ടാവും ആളുകൾക്ക്. അത് നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? ആഗ്രഹിക്കാൻ യോഗ്യതയുള്ള ആളുകളുണ്ടല്ലോ. ഒരാൾ യോഗ്യതയുള്ള ഒരാളാവും, ആരെങ്കിലും ഒരാളാവും. അപ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ നിർത്തി അങ്ങോട്ട് പോവുകയാണോ? എത്ര കൃത്യമായ, വളരെ സ്പഷ്ടമായ നിലപാടുകളാണ് എന്നുള്ളതാണ്. കാരണം കേരളത്തില് ഇപ്പൊ VD സതീശനെ കവച്ച് വെക്കാൻ കഴിയുന്ന ഒരു നേതാവ് ഇല്ല എന്നുള്ള കാര്യം നമുക്ക് 100% തുറന്നു പറയാൻ കഴിയും. അയാൾ ഒരിക്കലും ഒരു അധികാരമോഹിയല്ല. അയാൾ ഒരു സ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല. എല്ലാത്തിനും ഉപരി, എല്ലാത്തിനും മീതെ പാർട്ടിയാണ്. പാർട്ടിയെ ഒരു പോറലേൽപ്പിക്കാൻ ഞാൻ ഉണ്ടാകുമ്പോൾ സമ്മതിക്കില്ല എന്നുള്ള വാശിയോട് കൂടി മാത്രം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടി പിടിക്കുന്ന പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്യുന്ന സാധാരണക്കാരന്റെ എല്ലാ വികാരങ്ങളും ഉൾക്കൊണ്ട ഒരു നേതാവ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അങ്ങനെ പറഞ്ഞ 2 ഘട്ടങ്ങളാണ് ഞാൻ ഈ അടുത്ത കാലത്ത് VD സതീശൻ എന്ന് പറയുന്ന നേതാവിനെ വ്യത്യസ്തനാക്കാൻ കണ്ട കാരണം എന്ന് പറയുന്നത്. അതിൽ ഒന്നാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു വലിയ വിജയം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി താങ്കൾ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ താൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്നോ അല്ലെങ്കിൽ താൻ മാത്രമേ മുഖ്യമന്ത്രി ആകൂ എന്നുള്ളോ ഒന്നുമില്ല. ആയാൽ പാർട്ടി പറഞ്ഞാൽ മുഖ്യമന്ത്രി ആകും, അതല്ലെങ്കിൽ വേണ്ട. പക്ഷെ പാർട്ടിയെ അധികാരത്തിലെത്തിക്കാൻ വേണ്ട എല്ലാം ചെയ്യുമെന്ന്, സാധ്യമാതൊക്കെ ചെയ്യുമെന്ന് അയാൾ അത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് പറയുന്നത്. പലപ്പോഴും ഇന്നിന്റെ തലമുറ ശ്രദ്ധിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഈ VD സതീശനാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകളാണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ്. അധികാരമാണ് അയാളുടെ ലക്ഷ്യമായിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയില് ഒരു മന്ത്രിയാകേണ്ട വ്യക്തിയാണ് VD സതീശൻ എന്ന് പറയുന്നത്. അധികാരമാണ് അയാളുടെ ലക്ഷ്യമായിരുന്നെങ്കിൽ അന്ന് അയാൾക്ക് അതിനു വേണ്ടിയുള്ള എല്ലാ ചരടുവലികളും നടത്താമായിരുന്നു. പക്ഷെ ആയില്ല, അയാൾ ചെയ്തില്ല. പക്ഷേ കേരളം ആഗ്രഹിക്കുന്നതോ, VD സതീശൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ കേരളം ആഗ്രഹിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനായിരിക്കണമെന്ന്. ഇത് ഞാൻ പറയാനുള്ള കാരണം അയാളുടെ ആർജവമാണ്, നട്ടല്ലാണ്, നിലപാടാണ്.
വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിന്റെ കഴിവിനെയാണ് ഞാൻ അംഗീകരിക്കുന്നത്. അല്ലെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏറ്റവും ഫസ്റ്റ് ഷാരിഖ് സംസുദ്ദീന് അയാളുടെ യൂട്യൂബ് ചാനലിലൂടെ ഒരു 2 മണിക്കൂർ നേരത്തെ ഒരു പോഡ്കാസ്റ്റ് പുറത്തുവിട്ടിരുന്നു വി ഡി സതീശനുമായിട്ടുള്ള, പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള. ആ പോഡ്കാസ്റ്റിൽ നിരന്തരമായിട്ട് വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് പറഞ്ഞത് കേരളത്തിന്റെ പരിമിതികളെ കുറിച്ചും കേരളത്തിന്റെ പോസിബിലിറ്റീസിനെ കുറിച്ചുമാണ്. എന്ന് പറഞ്ഞാൽ ഈ അധികാരം, ഈ ഗവൺമെന്റിന്റെ ചുക്കാൻ അത് കോൺഗ്രസ് ലക്ഷ്യം വെക്കുമ്പോൾ തന്നെ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് വലിയ ഒരു പ്ലാൻ ബി, ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ ഒരു പ്ലാൻ ബി അവിടെ തയ്യാറാക്കി കഴിഞ്ഞു. നമ്മുടെ കേരളത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളെ കുറിച്ചുമുള്ള വ്യക്തമായ പഠനങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പലപ്പോഴും ഇദ്ദേഹത്തെ ഫോണിൽ കിട്ടാൻ വേണ്ടി വളരെയധികം ട്രൈ ചെയ്യുന്ന വ്യക്തിയാണ്. പലപ്പോഴും പല തവണയായി വിളിക്കുന്നു. ആ പല തവണയായിട്ട് വിളിക്കുമ്പോഴും അദ്ദേഹം വളരെ ബിസിയാണ്. നമുക്കതിലൊരു പരാതിയുമില്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ, മേഖലകളെ കുറിച്ച് നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാകും. നിരന്തരമായ പ്രോഗ്രാമുകൾ, ആ പ്രോഗ്രാമുകൾക്കിടയിലും കേരളത്തിന് വേണ്ടി ഒരു പ്ലാൻ ബി വി ഡി സതീശൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ആരോഗ്യ മേഖലകളില്, ഇൻഫ്രാസ്ട്രക്ചറുകൾ, ഈ പറയുന്ന വിദ്യാഭ്യാസം, എല്ലാ മേഖലകളെ കുറിച്ചുമുള്ള വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ ചർച്ചകൾ ഒരു ഭാഗത്ത് സാമ്പത്തിക മേഖലയെ കുറിച്ച് നടക്കുന്നു, മറുഭാഗത്ത് വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച്, ആരോഗ്യ മേഖലയെ കുറിച്ച്, കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചറുകളെ കുറിച്ച്, ടൂറിസത്തെ കുറിച്ച്, ഇവിടുത്തെ വ്യവസായങ്ങളെ കുറിച്ച്, അങ്ങനെ നിരന്തരമായ ചർച്ചകൾ അയാൾ സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു പോകുന്ന കുട്ടികളെ കുറിച്ച്, ഈ കേരളത്തിന്റെ സമ്പദ്ഘടനയെ കുറിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത് റെമിറ്റൻസ് അല്ല, റിവേഴ്സ് റെമിറ്റൻസ് ആണെന്ന്. അതിന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പല കാരണങ്ങളുണ്ട്. ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് ആളുകൾ വിദേശത്ത് പോയി അല്ലെങ്കിൽ പുറത്തു പോയി സമ്പാദിച്ച് മാസാമാസം കേരളത്തിലേക്ക് പണം എത്തിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കിടപ്പാടങ്ങൾ പോലും പണയപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ വിദ്യാർത്ഥികളെയും വിദേശങ്ങളിലേക്ക് പല കോഴ്സുകളും പഠിപ്പിക്കുവാൻ വേണ്ടി രക്ഷിതാക്കൾ പറഞ്ഞു വിടുന്നത്. അപ്പൊ കേരളത്തിലെ പണം കടമെടുത്ത്, ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് ആ പണമാണ് നമ്മൾ വിദേശത്തേക്ക് കയറ്റി വിടുന്നത് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് റെമിറ്റൻസ്. അതിന്റെ കൂടെ കേരളത്തിലെ ഈ പറയുന്ന എല്ലാ തൊഴിൽ മേഖലകളിലും ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഒരു വലിയ ബാഹുല്യവും നമ്മുടെ കേരളത്തിൽ വരിക. അപ്പൊ അത് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സാധാരണ മറ്റേത് കേരളക്കാർ മാത്രം, മലയാളികൾ മാത്രം പണിയെടുത്ത് ജീവിച്ചുകൊണ്ടിരുന്ന കേരളത്തിൽ ഇപ്പൊ മലയാളികളുടെ പണം പുറത്തേക്കാ പോകുന്നത്. സാധാരണ മലയാളി പണിയെടുത്ത് അവർക്ക് കിട്ടുന്ന കാശ് അവർ കേരളത്തിൽ നിന്ന് ചിലവഴിക്കുമായിരുന്നു. ഇത് ഇതര സംസ്ഥാന തൊഴിലാളികൾ വന്നതോടുകൂടി അവര് ഇവിടെ പണിയെടുക്കുന്നു, അവരുടെ കാശ് അവരേത് നാട്ടുകാരാണ് അങ്ങോട്ട് പോകുന്നു. അത് പോരാഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ രക്ഷിതാക്കള് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ആ പണം വിദേശത്തേക്ക് അയക്കുകയാണ്. ഇതും പോരാഞ്ഞിട്ട് ഇപ്പൊ വിദേശികളായി, പണ്ടൊക്കെ വിദേശികൾ അവിടെ നിന്ന് പണം ഇങ്ങോട്ട് അയക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പൊ വിദേശികളെ ഫാമിലിയെ ഒന്നടങ്കം വിദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവർക്ക് അവിടെ വലിയ ഫെസിലിറ്റീസ് കിട്ടുകയാണ്, ജോലി സാധ്യതകളാണ്. അപ്പൊ ഫാമിലിയെ ഒന്നടങ്കം കൊണ്ടുപോകുന്നു. അവിടെ അവർക്ക് ഗ്രീൻ വിസയും ഈ പെർമനന്റ് വിസകളും അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ അവരെന്താക്കുകയാണ്? അവിടെ പ്രോപ്പർട്ടി വാങ്ങുകയാണ്. അവിടെ ഒരു സ്ഥിരതാമസത്തിനുള്ള എല്ലാ വഴികളും അവരവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ ഈ വിദേശ രാജ്യത്ത് പോകുന്ന നമ്മുടെ മലയാളികള് അവരുടെ ഫാമിലി എത്ര ഫാമിലി അവരുടെ കൂടെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ അത് എനിക്ക് തോന്നുന്നു 5% താഴെയായിരുന്നു. പക്ഷെ ഇപ്പോ ആ ഫാമിലി ഇല്ലാതെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് 5%. 95% ഈ ഫാമിലിയോടൊപ്പമാണ് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ നാട്ടിലേക്കുള്ള പണത്തിന്റെ വരവ് കുറയുന്നു. പോരാത്തതിന് ഇവിടെ നിന്ന് പണം പുറത്തേക്കും പോകുന്നു. അങ്ങനെ ഇതൊക്കെ ഞാൻ പറയുന്നതല്ലോ, ഇതൊക്കെ വി ഡി സതീശന്റെ നിരീക്ഷണങ്ങളാണ്, വളരെ കൃത്യമായ നിരീക്ഷണങ്ങൾ. എന്ന് പറഞ്ഞാൽ ഈ നേതാവ് ആഗ്രഹിക്കുന്നു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന്. പക്ഷെ ജനം ആഗ്രഹിക്കുന്നു വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണമെന്ന്.
അതിനുള്ള കാരണമാണ് ഞാൻ ഈ പറഞ്ഞു വെച്ച കാരണങ്ങളൊക്കെ. അത്രയും വ്യക്തമായ കൃത്യതയോടുകൂടി കേരളത്തെക്കുറിച്ച്, മലയാളിയെക്കുറിച്ച്, നമ്മുടെ നാടിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയും നമ്മുടെ പ്രോബ്ലങ്ങൾ അഡ്രസ് ചെയ്യുക മാത്രമല്ല, ഈ പ്രോബ്ലത്തിനുള്ള ഒരു പ്ലാൻ ബി, ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ഇപ്പോഴേ കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. അതാണ് വലിയ ഒരു കാര്യം. ഇപ്പൊ ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഈ ഒരു പരിപാടിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ജനുവരി 20 മുമ്പ് 15-20 ഒക്കെ ആവുമ്പോഴേക്കും എന്താണ് UDFന്റെ പ്ലാൻ ബി എന്നുള്ളത് എല്ലാ മേഖലകളെയും പ്രതിപാദിച്ചുകൊണ്ട് പ്ലാൻ ബി എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ളത്, ആ പ്ലാൻ ബി എന്താണ് എന്നുള്ളത് കൃത്യമായി അവതരിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളെല്ലാം വളരെ ആകാംക്ഷയോട് കൂടി ഉറ്റുനോക്കുകയാണ്. കാരണം ഇത്രയും കാലം കണ്ട ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളെ പോലെ അല്ല വി ഡി സതീശൻ എന്ന് പറയുന്നത്. വി ഡി സതീശൻ പ്രത്യേകം കഴിവുള്ള, വളരെ കേപ്പബിലിറ്റിയുള്ള, വളരെ സമർത്ഥനായ ഒരു നേതാവ്. പ്രശ്നങ്ങളെ കണ്ടെത്താൻ മാത്രമല്ല, ആ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷന് കൂടി അയാൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. കൂട്ടായ ചർച്ചകളിലൂടെ അയാൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേരളം ഇന്ന് ആഗ്രഹിക്കുന്നു വി ഡി സതീശൻ ഈ പറയുന്ന മുഖ്യമന്ത്രി ആവണമെന്നുള്ളത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ. ഞാൻ പറയുന്നത് UDF അങ്ങനെ തീരുമാനിച്ചു എന്നൊന്നുമില്ല. പക്ഷേ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഒരു താല്പര്യമാണ് ഞാൻ പറയുന്നത്. ഇന്നിന്റെ തലമുറ, ജെൻസി തലമുറ, ആ തലമുറ പോലും അത്തരത്തിൽ ചർച്ചകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവർ ആകെ ചർച്ച ചെയ്യുന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് വി ഡി സതീശനായിപ്പോ. നിങ്ങൾ ഈ പറയുന്ന പൊതുസമൂഹത്തിൽ ഇറങ്ങിയിട്ട് ഈ ജെൻസി തലമുറയെ ഒന്നെടുത്ത് നിങ്ങൾ ജസ്റ്റ് ഒരു അന്വേഷണം, ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. വളരെ കൃത്യമായിട്ടുള്ള അയാളുടെ നിലപാടുകൾ എല്ലാ തലമുറയെയും സ്വാധീനിക്കുന്നുണ്ട്. എല്ലാവരിലേക്കും എത്താൻ അദ്ദേഹം വളരെ കൃത്യമായി എത്താനുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിന്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്, അവിടെ മുഖ്യമന്ത്രി കസേരയിൽ വി ഡി സതീശൻ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. അതിന് അയാളെ കവച്ച് വെക്കാനുള്ള കാപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ, അത് മറ്റൊരു വ്യക്തി ഇല്ല. അതിന് വേറെ ഇനി എന്തൊക്കെ മാനദണ്ഡങ്ങൾ ഉണ്ടായാലും